ഹലോ ഹലോ, രഘു സാറാണോ? രഘു സാറോ? അതെ, രഘു സാറാണ്. എന്റെ പേര് രേഷ്മ. ഒരു ജോലി ശരിയാക്കി തരുമോന്ന് ചോദിക്കാനാ ഞാൻ സാറിനെ വിളിച്ചത്. ഓഹോ, നീ എന്തൊക്കെ ജോലികൾ ചെയ്യും? എന്ത് ജോലി വേണമെങ്കിലും ചെയ്യും സാർ. സാർ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. എന്ത് പറഞ്ഞാലും അനുസരിക്കും? ഉറപ്പായും സാർ. അയ്യോ, എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് കാണണമല്ലോ. എന്റെയും ആഗ്രഹം അത് തന്നെയാണ് സാർ. എങ്ങോട്ട് വരണമെന്ന് സാർ പറഞ്ഞാ മതി, ഞാൻ എത്തിക്കോളാം. എന്നാ ഞാൻ ഇപ്പൊ തന്നെ ഒരു ലൊക്കേഷൻ അയച്ചു തരാം, നീ അങ്ങോട്ട് വന്നാ മതി. നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ അപ്പോ തന്നെ നിനക്ക് ഞാൻ ജോലി തരാം. സാർ ആദ്യം എന്നെ വന്നൊന്ന് കാണ്. എന്തായാലും സാറിന് എന്നെ ഇഷ്ടപ്പെടും. ആ ശരി ശരി, എന്നാ പിന്നെ ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം. എന്താ ഒരു ഭാഗ്യം. പണ്ടൊക്കെ പെണ്ണുങ്ങളെ പിറകെ നടന്ന് വളയ്ക്കണമായിരുന്നു, ഇതിപ്പം ഇങ്ങോട്ട് വന്ന് ചാടിത്തരയില്ലേ. എന്റെ ഒരു സമയം. എന്തായാലും ലൊക്കേഷൻ അയച്ചു കൊടുക്കാം. എവിടെ അയക്കാൻ? ആ, ഇവന്റെ സംസാരം കേട്ടാൽ അറിയാം വൃത്തികെട്ടവനാണെന്ന്. ഇവൻ തന്നെ ആയിരിക്കും ഇവളോട് ഈ അതിക്രമം കാണിച്ചത്. അപ്പോഴേക്കും ലൊക്കേഷൻ അയച്ചല്ലോ. വായി നോക്കി. ഇത് ആളൊഴിഞ്ഞൊരു സ്ഥലമാ, അധികം വീടുകൾ പോലും ഇല്ല. അവന്റെ ഉദ്ദേശം നടക്കാൻ ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് വിളിക്കുന്നതല്ലേ നല്ലത്. പാറുവിന് സംഭവിച്ചതിന് കാരണക്കാരൻ അവനാണെന്ന് ഉറപ്പുവരുത്തട്ടെ. അവനെ അവിടെ വെച്ച് തന്നെ തല്ലിക്കൊല്ലണം. നിങ്ങൾ വേഗം റെഡിയായിട്ട് വാ. ശരി, ഞങ്ങൾ ഇപ്പൊ തന്നെ റെഡിയായിട്ട് വരാം. അവൻ എത്തുന്നതിന് മുൻപ് നമുക്കിവിടെ എത്തണം. വാ മീരെ. വാടാ, നിന്റെ അവസാന വാടാ. ഇവളുമാരിത് എങ്ങോട്ടാ പോകുന്നേ? ബൈക്കുള്ളത് എന്തായാലും നന്നായി. എങ്ങാനും അവൻ രക്ഷപ്പെട്ടാലും പുറകെ ചേസ് ചെയ്യാലോ. അതിനുള്ള അവസരമൊന്നും അവന് കൊടുക്കരുത്. അവന്റെ പുറകെ ആരെങ്കിലും വരുമെന്ന് അവൻ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. അവനെ നമുക്ക് എളുപ്പത്തിൽ പിടിക്കാം. നീ വാ, കേറ്. ഇവളുമാരിത് ആരെ പിടിക്കുന്ന കാര്യമായി സംസാരിക്കുന്നേ? കൈലാഷാണ് കുറ്റക്കാരനെന്ന് ഇവള് കണ്ടുപിടിച്ചോ? ആരാണെന്ന് അന്വേഷിച്ചാം അവരെന്നെ കൂടുതൽ സംശയിക്കും. ഇവരെ എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റൂ. ഇവളെന്തിനാ നന്ദിയെ പോലെ മുന്നിൽ വന്ന് നിൽക്കുന്ന? നിങ്ങളെല്ലാരും എങ്ങോട്ടാ പോകുന്നേ? ഞങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകും. അതന്വേഷിക്കാൻ നീ ആരാ? വാണ്ടനാവാൻ നോക്കല്ലേ. ഞങ്ങക്ക് നല്ല ധൃതിയുണ്ട്, നീ വഴിമാറ്. നിങ്ങൾ രണ്ടുപേരെ കുറിച്ചും എനിക്ക് ബോധേടാവേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോ. പക്ഷേ ഇവര് രണ്ടുപേരും എന്റെ കമ്പനിയിലെ സ്റ്റാഫ്സ് ആണ്. കമ്പനിയിലേക്ക് പോകാതെ കറങ്ങി നടക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം? ഞാൻ കറങ്ങാനൊന്നും അല്ല പോകുന്നേ. എന്നാ പറ, നീ എങ്ങോട്ടാ പോകുന്നേ? ഞങ്ങളെ കമ്പനിയിൽ നിന്ന് പുറത്താക്കാൻ ധൃതി കൂട്ടുന്ന നീ എന്തിനാ ഞങ്ങള് കമ്പനിയിൽ വരാത്തതിന്റെ കാരണം അന്വേഷിക്കുന്നേ? നീ കമ്പനിയിൽ വരാതിരിക്കുവാണെങ്കിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ അത് നീ ജോബ് റിസൈൻ ചെയ്തിട്ട് വേണം. അവിടുന്ന് സാലറി വാങ്ങിയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. ഞങ്ങൾക്ക് നിന്റെ സമ്മതമൊന്നും വേണ്ട. ഇത് നിന്റെ കമ്പനിയല്ല. ഇവിടെ ഞങ്ങൾ ആരും നിന്റെ തൊഴിലാളികളും അല്ല. ഇന്ന് കമ്പനിയിലേക്ക് വരാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. കാരണം ഞങ്ങൾ കൈലാഷ് സാറിനെ ബോധിപ്പിച്ചു. അത് പോരെങ്കില് ഇന്നത്തെ ശമ്പളം കുറച്ചു തന്നാ മതി. ആയിഷ, നമുക്ക് പോ. മാറി നിൽക്കുന്നു. ഓ മൈ ഗോഡ്,
ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും? നിർത്ത് നിർത്ത്, വണ്ടി നിർത്ത്, നിർത്ത്. ഇതാ അവൻ പറഞ്ഞ ലൊക്കേഷൻ. ഞങ്ങൾ കുറച്ച് മാറി നിൽക്കാം. എല്ലാരെയും കൂടെ ഒരുമിച്ച് കണ്ട അവൻ പേടിച്ച് ഓടും. ആ, നീ നിന്റെ മുഖം ഷോൾ കൊണ്ട് മറച്ചു വെക്കേ. അവന് നിന്നെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റരുത്. ആ നീ ധൈര്യമായിട്ട് നിന്നോ. എന്തേലും പ്രശ്നം ഉണ്ടാവുന്ന സംശയം തോന്നിയാ ഞങ്ങൾ അപ്പൊ തന്നെ ഇടപെട്ടോളാം. വാ, വാ. ദേ, അവൻ വരുന്നുണ്ട്. ദേ, വരുന്നുണ്ട്. കൊള്ളാം. ഹലോ ചക്കരേ. ഹലോ വിഷം. നീയോ? നീ എന്താ ഇവിടെ? ഞാൻ മാത്രല്ല, നിന്നെ കാണാൻ വേറെ ആൾക്കാർ വന്നിട്ടുണ്ട്. കാണണോ?